കൊതുകന്മാർ വിരഹിക്കുകയാണ്, കൊതുകുകൾ വിരഹിക്കുകയാണ്. ഡെങ്കിപ്പനിൻ്റെ വൈറസിനെയും പേറിക്കൊണ്ട് നാട്ടിലാകെ വിരഹിക്കുകയാണ്. ഒരു കുത്ത് കിട്ടിയാൽ മതി, പിന്നെ നമ്മൾ ശക്തമായിട്ടുള്ള പനി, ശാരീരിക വേദനകൾ, കൗണ്ടൊക്കെ കുറഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ ആടി ഉലക്കുന്ന ഒരു സാഹചര്യം ഡെങ്കിപ്പനി വരുന്നൊരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഡെങ്കിപ്പനിയുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്, നാട്ടിൽ പെരുകി വരികയാണ്. ഈ സാഹചര്യത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഡെങ്കിപ്പനിയിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക? കേരളത്തിൽ ഈ മഴക്കാലത്തിൻ്റെ തൊട്ട് ശേഷവുമാണ് ഡെങ്കിപ്പനി ഒരുപാട് ഉണ്ടാവുക. ഈഡിസ് എന്ന് പറയുന്നൊരു തരം കൊതുകിൻ്റെ കടിയേറ്റിട്ടാണ് ഈ ഡെങ്കിപ്പനി വരിക എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അത് ഈ സമയത്ത് ഒരുപാടുണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തുടങ്ങുന്ന ശക്തമായുള്ള പനിയാണ് ഡെങ്കിപ്പനി കാണുന്ന ലക്ഷണം. പിന്നെ പേശികളിൽ വേദന അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് ചില കൈകളിലും കാലുകളിലും മുഖത്തൊക്കെ ചിലപ്പോൾ റാഷുകൾ, വ്രണങ്ങൾ രൂപപ്പെടുന്നൊരവസ്ഥ, തണർപ്പുകൾ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. പിന്നെ കണ്ണുകളിൽ ശക്തമായുള്ള വേദന അനുഭവപ്പെടുക. ചില ആൾക്കാർക്ക് എന്താക്കും, നല്ല വയറുവേദനയൊക്കെ കാണാറുണ്ട് ചില ആൾക്കാർക്ക് ഇതിൻ്റെ. പിന്നെ ഈ ഡെങ്കിപ്പനിയിൽ നമുക്ക് അഥവാ ഈ കൗണ്ടൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള സാഹചര്യമുണ്ട്. ഒരുപാട് പേർക്ക് ആ ഇഷ്യൂസും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 ദിവസത്തിൽ കൂടി നിൽക്കുന്ന ഒരു പനിയും നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ പനിയുള്ള ആൾക്കാർ പെയിൻ കില്ലർ ഒന്നും വല്ലാണ്ട് ഉപയോഗിക്കരുത്. കാരണം പെയിൻ കില്ലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ടൊക്കെ കുറയുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് കുറഞ്ഞ് അവസാനം ബ്ലീഡിംഗ് ഒക്കെ കൂടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത്. ഓക്കെ, ഡെങ്കിയെ നമ്മൾ നെവർ മൈൻഡ് ആക്കരുത് കേട്ടോ. അത് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ മരുന്ന് കഴിക്കരുത്. പാരസിറ്റമോൾ കഴിച്ചാൽ നന്നായിട്ട് ജലാംശം ഉള്ളിലെത്തണം, ഒരു മടിയും കാണിക്കരുത് കേട്ടോ. നമ്മുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ORS ലായനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രോലൈറ്റ്സ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. അത് തന്നെ ചിലപ്പോൾ നമുക്ക് ഡെങ്കിപ്പനി മോചിതരാവാൻ നമ്മളെ സഹായിക്കുന്നുള്ളത്. ഒരു വൈറൽ ഫീവർ ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് കൂടുതൽ മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും നമ്മളറിയാം, റെസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് മെഡിസിൻ എന്നുള്ളത്. ഓക്കെ, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ഡെങ്കിപ്പനി വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും കൊതുകുമായിട്ട് നമുക്കുള്ള സമ്പർക്കം ഇല്ലാതൊക്കെയാണ് ചെയ്യേണ്ടത്. കൊതുക് വളരുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ വീടും പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അത് നിങ്ങൾക്ക് ഇതാവുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് കേട്ടോ. പിന്നെ എല്ലാ വാട്ടർ ടാങ്കുകളും നമ്മൾ നന്നായിട്ട് മറക്കുക. മൊസ്കിറ്റോ റിപ്പലൻസ്, ഇതൊക്കെ കടിയേൽക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ വീട്ടിലും പരിസരത്തിലൊക്കെ ഉണ്ടാക്കുക. കൊതുക് നശീകരണത്തെ ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ന് ഡെങ്കിപ്പനി വരുന്നത് നമുക്ക് തടയാൻ പറ്റും. ഓക്കെ, കൊതുകിനെ വിരഹിക്കാനുള്ളൊരു കേന്ദ്രമായിട്ട് നമ്മൾ വീടുകൾ മാറാതിരിക്കട്ടെ. ഓക്കെ, ബൈ.